ദിലീപ് മഞ്ജു വാര്യർ ഇവർ രണ്ടുപേരും ഈ പറയുന്ന രീതിയിൽ കൈ കൊടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതും ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണുന്നതുമായിട്ടുള്ള വീഡിയോസ് കുറച്ച് ദിവസം മുന്നേ തന്നെ പുറത്തു വന്ന ഒരു കാര്യമാണ്. അതിനുശേഷം ഇപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായി. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ കുരുപൊട്ടിയിരിക്കുകയാണ് ചിലർക്കെന്നുള്ളത് എടുത്ത് പറയേണ്ടി വരുവാണ്. കാരണം ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ രീതിയിൽ ദിലീപും മഞ്ജു വാര്യരും ഒരിക്കലും മിണ്ടിക്കൂടാ, ഒരിക്കലും നേരിൽ കണ്ടുകൂടാ, അല്ലെങ്കിൽ ഒരിക്കലും അവരെന്താ പറയുക ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുത്തുകൂടാന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരൊക്കെ തന്നെ ഉണ്ട്. അവർക്കൊന്നും തന്നെ ഈ കാഴ്ച ദഹിച്ചിട്ടില്ല എന്നുള്ളത് 100% ശരിയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ചിലരുടെയൊക്കെ തന്നെ ഇപ്പോൾ വരുന്ന മറുപടികൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. കമൻറ്റ് സെക്ഷനിൽ തന്നെ മനസ്സിലാവും. കാരണം എല്ലാവരും ഞെട്ടലിലാണ്. ഇതൊക്കെ സത്യമാണോ എന്നാണ് ചിലരുടെയൊക്കെ തന്നെ ചോദ്യം. അതിൽ തന്നെ ചിലർ പറയുന്നത് ഇത് ആണ് കേട്ടോ, ഇത് ശരിയല്ല, ഇത് കറക്റ്റ്, ഇത് ദിലീപ് മനഃപൂർവ്വം മഞ്ജു വാര്യരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ തന്നെ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. ഇനി ഇവർക്കൊക്കെ തന്നെ എന്തിൻ്റെ സൂക്കേടാണ് എന്നാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവാത്തതെന്ന് പറയുന്നത്. കാരണം അവർക്ക് പ്രശ്നമില്ല, അവർ ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഈ പറയുന്ന തരത്തിൽ എന്താ പറയുക, ദിലീപ് ആയാലും മഞ്ജു വാര്യരും അവരുടെ കാര്യം നോക്കി അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പബ്ലിക്കിൻ്റെ മുന്നിലും അവർ തമ്മിൽ വേറെ തരത്തിലുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ തെളിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ഇതൊന്നും സഹിക്കാൻ വയ്യാത്തത് ചില നാട്ടുകാർക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ദിലീപിൻ്റെ ഹേറ്റേഴ്സ് ആയിട്ടുള്ള ചിലരൊക്കെ തന്നെ ഉണ്ടല്ലോ, അവർക്കിത് ഒട്ടും സൂചിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഈ പറയുന്നതിന് മഞ്ജു വാര്യർക്കെതിരെ ഇപ്പോൾ കുറേ എണ്ണം ഇങ്ങനെ അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ്, മഞ്ജു ചെയ്തത് ശരിയായില്ല, അതാണ് ഇതാണ്, അത് ആ കൂട്ടത്തിൽ തന്നെ ചിലരൊക്കെ പറയുന്നത് ആണ്, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ്, ദിലീപ് മനഃപൂർവ്വം എടുപ്പിച്ചതാണ് ആ ഒരു വീഡിയോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട്, ചക്കാനും ചുണ്ണാമ്പെന്നും പറഞ്ഞുകൊണ്ട്. നിനക്കൊന്നും തന്നെ വേറെ പണിയില്ലേടേ എന്ന് മാത്രമേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചോദിക്കാവുള്ളൂ. അവരായി അവരെ പാടായി, അവരെന്ത് വേണോ ആയിക്കോട്ടെ, അവർ ഇണങ്ങേ അവർ കൈ കൊടുക്കുക, അവർ സംസാരിക്കുക, എന്ത് വേണോ ചെയ്തോട്ടെ. നിനക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് ഇമ്മാതിയൊക്കെ പറയാനായിട്ട് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുവാണ്. എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് പോലെ ഒന്നും തോന്നിയില്ല. ഈ പറയുന്ന രീതിയിൽ അവർ ഉദ്ഘാടനത്തിന് ചെന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ രീതിയിൽ ദിലീപും അതോടൊപ്പം തന്നെ മഞ്ജു വാര്യരുടെയും വീഡിയോ ഇതൊന്നും അല്ല, വേറെ പല വീഡിയോസും പൃഥ്വിരാജും ജയസൂര്യ മഞ്ജു വാര്യർ ദിലീപിൻ്റെയൊക്കെ തന്നെ കുറേയധികം വീഡിയോസ് ഈ പറഞ്ഞ രീതിയിൽ പുറത്തു വന്നിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വീഡിയോ ആയിരുന്നു ദിലീപും മഞ്ജു വാര്യർ കൈ കൊടുക്കുന്നത്. അത് മാത്രം കൈ കൊടുക്കുന്ന മാത്രമല്ല, അവർ തമ്മിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചയിൽ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. ഇതൊക്കെ കണ്ടിട്ട് ഒരു പൊട്ടിയിരിക്കുന്ന കുറേ എണ്ണം കടന്ന് ഇങ്ങനെ മെഴുകുന്നുണ്ട്, അതാണ് ഇതാണ് മറ്റതാണ്, ദിലീപിനെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കഷ്ടം മാത്രമാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ, ഇതൊന്നും തന്നെ പിടിക്കാത്തവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. ഒന്നുമില്ലെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയുക, ഇപ്പം ദിലീപായാലും മഞ്ജു വാര്യരായാലും ഒക്കെ തന്നെ ഒരു ഡിവോഴ്സ് ആയെങ്കിലും ഇവർക്കിടയിൽ ഒരു മകളുണ്ട്. ആ ഒരു ബന്ധം ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഇവരും സംസാരിക്കുന്നുണ്ടോ, ഇവർ തമ്മിൽ ഇപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ രീതിയിൽ കോൺടാക്ട് ഉണ്ടോ എന്ന് തന്നെ നമുക്കാർക്കും അറിയത്തില്ലല്ലോ. പബ്ലിക്കിന്റെ മുമ്പിൽ അതൊക്കെ എന്താ പറയുക എടുത്തിടണമെന്നോ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുമ്പിൽ അത് പറയണമെന്നോ എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഇവർക്കിടയിൽ ഒരു മകളുണ്ട്, അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് തെറ്റുകൾ കിടന്ന് വിളിച്ച് പറയുന്നത്, അത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നതും ഒക്കെ തന്നെ. ഇപ്പം ആ ഒരു രഹസ്യം, അതായത് ഈ പറഞ്ഞ രീതിയിൽ മഞ്ജു വാര്യർക്ക് ദിലീപിനോട് എന്തോ കടുത്ത ദേഷ്യമാണ്, എന്തോ അങ്ങനെയാണ്, എന്തോ ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. പലരും ഞെട്ടിപ്പോയി. ഈ എന്താ ദിലീപിനെതിരെ കുരുപൊട്ടിയിരിക്കുന്ന പലർക്കും അതൊരു അന്താളിപ്പായി പോയി. അതാണ് പച്ചയായ സത്യം എന്ന് പറയുന്നത്. അവരൊട്ടും പ്രതീക്ഷയില്ല മഞ്ജു വാര്യർ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് ദിലീപിനോട് ഈ ഒരു രീതിയിൽ പെരുമാറും എന്നുള്ളത്. ആ വീഡിയോ കാണുന്നവർക്കറിയാലോ മഞ്ജു എത്ര മാന്യമായിട്ടാണ് ദിലീപിൻ്റെ അടുത്ത് പെരുമാറിയത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ തിരിച്ച് ദിലീപ് എത്ര മാന്യമായിട്ടാണ് മഞ്ജുവിൻ്റെ അടുത്ത് പെരുമാറിയെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പിടിക്കാത്ത ചിലർ ഇപ്പോഴും കുരു പൊട്ടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അവരുടെ അടുത്ത് പറയാനുള്ള കാര്യം, നിനക്കൊന്നും തന്നെ വേറെ പണിയില്ലേടേ എന്ന് മാത്രമേ ചോദിക്കാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കഷ്ടമാണ്, പരമ കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല ഒരുമാതിരി അയൽവക്കത്തുള്ളവന്മാർ ഒരിക്കലും നന്നായിക്കൂടാ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെയും ഒരിക്കലും നന്നായിക്കൂടാ എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ കുരുത്തിരിമ്പ് പിടിച്ച ഐറ്റംസ് ഉണ്ട്. അതുപോലെ ഉള്ള മൈൻഡുള്ള ചിലരൊക്കെ തന്നെയാണ് ഇതുപോലുള്ള കാര്യത്തിൽ ഇമ്മാതിരി ഊള കമൻറ്റുകളും അവർ തമ്മിൽ മിണ്ടിയ എന്തോ വലിയ സംഭവം അങ്ങ് സംഭവിച്ചു പോകുമെന്നൊക്കെ കരുതിയിട്ട് അതും ഇതുമൊക്കെ അവർക്കെതിരെ മഞ്ജുവിനെതിരെയും ദിലീപിനെതിരെയും ഒക്കെ തന്നെ പറയുന്നതെന്ന് പറയുന്നത് കഷ്ടം.